സബിൻ വർക്കി താങ്കൾക്ക് മറുപടി പറയാനുള്ള അവസരമാണ്. കോൺഗ്രസ് 2014 തോറ്റപ്പോൾ AK ആന്റണിയാണ് അന്ന് അന്വേഷിക്കാൻ നിയോഗിച്ചത്. AK ആന്റണി കണ്ടുപിടിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു ന്യൂനപക്ഷ പാർട്ടിയായി മുദ്ര കുത്തപ്പെട്ടു എന്നുള്ളതാണ് ദേശീയ തലത്തിലെ തിരിച്ചടിക്ക് കാരണം. അപ്പോൾ കേരളത്തിലും ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ എന്തായാലും കേരളത്തിന്റെ ഡെമോഗ്രഫി ദേശീയ തലത്തിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ പോലും ഒരു ന്യൂനപക്ഷ ടാഗ് മാത്രം എന്നുള്ള നിലയിലാവുന്നത് ജാഗ്രതയോടുകൂടി കാണേണ്ട കാര്യമല്ലേ? ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ മേഖലകളിലെല്ലാം തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ നേടിയ വിജയം കാണിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചാപ്പ ഇല്ല എന്നുള്ളതാണ്. അത് CPM മനഃപൂർവ്വം വരുത്തി വെക്കാൻ നോക്കുന്നതാണ്. അത് അവരുടെ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. കാരണം കേരളത്തിലെ ജനം അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് അറിയാം. രണ്ട്, ഈ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം ഈ ഏത് ക്രിക്കറ്റ് കളിയുടെ അവസാനം ആദ്യത്തെ ബോൾ 6 അടിക്കുന്നവരോ രണ്ടാമത്തെ ബോൾ 6 അടിക്കുന്നവരോ അല്ല ജയിക്കണേ. അത് 50 ഓവർ കഴിയുമ്പോൾ കൃത്യമായ കളി ജയിക്കുന്നവനാണ് ജയിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചില ബോൾ ലീവ് ചെയ്യും, ചില ബോൾ 6 അടിക്കും, ചില ബോൾ 4 അടിക്കും, ചില ബോൾ സിംഗിൾ അടിക്കും, ചില ബോൾ മുട്ടിയിടും. ഇതൊക്കെ ഒരു കളിയുടെ ഭാഗമാണ്. അതുകൊണ്ട് എല്ലാ ബോളും 6 അടിക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടും കാര്യമില്ല. അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഇനി 3, ശ്രീ പ്രേംകുമാർ ഇവിടെ ഒരു കാര്യം പറഞ്ഞതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുക. ശ്രീ പ്രേംകുമാർ, ഞാൻ ഒരു പ്രാവശ്യമല്ല വയനാടിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? വയനാട്, ഞാൻ താങ്കളോട് ചോദിക്കുന്നു, താങ്കൾക്കറിയാമെങ്കിൽ താങ്കൾ ആ മറുപടി ഇങ്ങ് പറഞ്ഞാൽ മതി. വയനാട് റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റ് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വിട്ടതിൻ്റെ ടെൻഡർ വിട്ടതിൻ്റെ ആ രേഖ ഒന്ന് പുറത്തുവിടാവോ? അല്ല, താങ്കൾ ചിരിക്കേണ്ട, താങ്കൾ പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു ടെൻഡർ നടപടി നടന്നിട്ടുണ്ടോ വയനാട്ടിൽ? ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, താങ്കൾ ഇത്ര വിവരമുള്ള ആളാണല്ലോ. വയനാട് അല്ല, ഞാൻ ചോദിക്കുന്നത് വയനാട് റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റിന് ടെൻഡർ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ ഊരാളുങ്കലിൽ കൊടുത്തതിൽ? ഉണ്ടായിട്ടുണ്ടോ? ടെൻഡർ ഇല്ലാതെ വർക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. സൊസൈറ്റിയാണ് ULCCS എന്ന്. എല്ലാ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കൊടുക്കണം എന്ന് ഏത് നിയമത്തിലാണ് പറഞ്ഞത്? ഈ വയനാട് റീഹാബിലിറ്റേഷൻ പ്രൊജക്ട് 300 കോടി രൂപയുടെ പ്രൊജക്ട് അങ്ങനെ ടെൻഡർ ഇല്ലാതെ കൊടുക്കണം എന്ന് ആരാ പറഞ്ഞു? ഇവിടുത്തെ PWD അസോസിയേഷനും കോൺട്രാക്ടേഴ്സ് അസോസിയേഷനും ഞങ്ങൾ അതിലും താഴ്ത്ത റേറ്റിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞ് പരസ്യമായ പ്രസ്താവന നടത്തിയിട്ട് ഈ ഊരാളുങ്കൽ ഈ 300 കോടി രൂപയുടെ പ്രൊജക്ട് ടെൻഡർ ഇല്ലാതെ കൊടുത്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്രേംകുമാർ അറിയോ? ULCCS എന്ന് പറഞ്ഞ സഹകരണ സ്ഥാപനത്തിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർക്കുകൾ കൊടുത്തിട്ടുള്ളത് UDF ഭരണകാലത്താണ്. ഞാൻ വയനാടിന്റെ കാര്യം കോടതിയാണ് സുപ്രീം കോടതി കണ്ണൂരിൽ നഗരസഭാ കാര്യാലയത്തിന് ടെൻഡർ ഇല്ലാതെ കൊടുത്തതിന് സുപ്രീം കോടതി ഈ ULCSനെ അതിൽ നിന്ന് മാറ്റി. രണ്ടാമത്തെ ആൾ കൊടുത്തു. അതറിയില്ലേ? ഈ വയനാടിന്റെ പ്രശ്നം എന്താ? ഇപ്പൊ താങ്കൾ റേറ്റും ചോദിച്ചു, അതും പറഞ്ഞു തരാം. വയനാട്ടിൽ ഞാൻ പറഞ്ഞേക്കെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. വയനാട് സ്ഥലമേറ്റെടുക്കുന്നതിന് മുടക്കുന്നത് 44 കോടിയാ. വയനാട് വീട് പണിയാൻ വേണ്ടി മുടക്കുന്നത് 60 കോടി രൂപയാ. വയനാട് ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം കൂടെ കൂടി മുടക്കുന്നത് 50 കോടി രൂപയാ. 300 കോടി രൂപയിൽ 150 കോടി കഴിഞ്ഞ് ബാക്കി 150 കോടി യാതൊരു ടെൻഡറും ഇല്ലാതെ ഈ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുമ്പോൾ അത് CPMന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇന്നലെയും പറഞ്ഞതാണ്, ഇന്നും പറയുകയാണ്, നാളെയും പറയുകയാണ്. ആർക്കെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് സമയം പോയി അവസാനിപ്പിക്കാനുള്ള ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. വയനാട് പ്രോജക്റ്റ് ഇല്ലാതെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 9 കൊല്ലമായി കേരളത്തിൽ കാട്ടുകൊള്ളയാണ് ULCS. നിരുത്തരവാദിത്വവും വയനാടിലെ ഈ ദുരന്തബാധിതരോട് കാണിച്ച അനീതികരമായ നിലപാട് അതിലൊന്നും ഒരു കാര്യമില്ല. ശരി, ഓക്കെ. നമ്മുടെ വിഷയങ്ങൾ വളരെ വളരെ നന്ദി. സമയം അതിക്രമിച്ചു. വളരെ നന്ദി 4 പേർക്ക്.